കുഞ്ഞിന്റെ ഭക്ഷണ കാര്യത്തിൽ എല്ലാ അമ്മമാരും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ടല്ലേ. കേവലം വെയിറ്റ് ഗെയിൻ മാത്രം പ്രാധാന്യം നൽകാതെ കുഞ്ഞിന്റെ ബുദ്ധി വികാസത്തിനും പ്രതിരോധ ശേഷിക്കും സഹായകമാകുന്ന ഫുഡ്സ് കൂടി ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിന്റെ ഡയറ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ട 5 സൂപ്പർ ഫുഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യ 2 വർഷത്തിൽ കുഞ്ഞിന്റെ വളർച്ച അതിവേഗം നടക്കുന്നു. ഈ സമയത്ത് ശരിയായ ന്യൂട്രീഷൻ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ മെമ്മറിയെയും ഡെവലപ്മെന്റിനെയും ഇത് കാര്യമായി ബാധിക്കുന്നു. അതിനാൽ ബാലൻസ്ഡ് അല്ല സ്മാർട്ട് ഡയറ്റാണ് കുഞ്ഞിന് വേണ്ടത്. കുഞ്ഞ് എത്രത്തോളം രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നത് കഴിക്കുന്ന ഫുഡിന് കാര്യമായ പങ്ക്. ഇനി കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനുമായി സഹായിക്കുന്ന 5 ഫുഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയെന്നത് നോക്കാം. ഒന്നാമത്തേത് വൈറ്റമിൻ എ റിച്ച് ആയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ക്യാരറ്റ്, മത്തങ്ങ, മധുരക്കിഴങ്ങ്, മാംഗോ, പപ്പായ ഇതെല്ലാം വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ്സ് ആണ്. വൈറ്റമിൻ എ കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, പനി ഇതിൽ നിന്നും രക്ഷ നൽകുന്നു. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് കുഞ്ഞിന്റെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ എ കുഞ്ഞിന്റെ ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കാഴ്ചശക്തി, നെർവ്സിന്റെ ഡെവലപ്മെന്റ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. 6 മാസം മുതൽ തന്നെ പ്യൂരിയാക്കി കുഞ്ഞിന് നൽകാവുന്നതാണ്. ക്യാരറ്റ് പ്യൂരി, പംകിൻ പ്യൂരി, മാംഗോ പൾപ്പ് എല്ലാം വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് നട്ട്സ്, അതായത് വാൾനട്ട്, നിലക്കടല, ബദാം ഇതൊക്കെ. ഇത് നട്ട്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇത് സൂപ്പർ ബ്രെയിൻ ഫുഡ്സ് ആണ്. പ്രോട്ടീനും സിങ്കും അടങ്ങിയിരിക്കുന്നതിനാൽ ബ്രെയിൻ ഗ്രോത്തിന് സഹായകമാണ്. സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി, ഓർമ്മക്കുറവ് എന്നിവയ്ക്കുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസും വരും. വാൾനട്ട് ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഗ്രൂപ്പാണ്. ഇത് ബ്രെയിൻ കണക്ഷൻസിനെ ഡെവലപ്പ് ചെയ്യും. കുഞ്ഞിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം നൽകിയാൽ മതിയാകും. ബദാം പോലെയുള്ളവ ചിലവേറിയതിനാൽ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ നിലക്കടല അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഇതിന് പകരം ഉപയോഗിക്കാം. ചോക്കിംഗ് റിസ്ക് കൂടിയതിനാൽ ഇത് പൗഡറാക്കി നൽകിയാൽ മതിയാകും. വലിയ കുട്ടികൾക്ക് അല്ലാതെയും നൽകാം. ധാന്യങ്ങൾ കുഞ്ഞിന്റെ മെയിൻ എനർജി സോഴ്സ് ആണ് ധാന്യങ്ങൾ. എനർജി കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷിയും കുറവായിരിക്കും. കുഞ്ഞ് എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നില്ല എന്നത് ടെൻഷൻ അടിക്കുന്ന അമ്മമാര് കൂടുതലായിരിക്കും. എന്നാൽ അതേ ബലം നൽകുന്ന ഗോതമ്പ്, റാഗി ഒരു നേരം കുഞ്ഞിന് നൽകിയാലും മതി. ഇത് ബ്രെയിൻ ഗ്ലൂക്കോസിനെ ത്വരിതപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി പ്രധാനം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബി വൈറ്റമിൻസ് കുഞ്ഞിന്റെ ബ്രെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു. റാഗി കുറുക്ക്, ചോറും പരിപ്പും, ഗോതമ്പ് കുറുക്ക് ഇവയൊക്കെ നൽകാവുന്നതാണ്. അടുത്തതാണ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങെന്ന് പറയുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കാരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് മാറും. ഇത് ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കുന്നു. ഇത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. വൈറ്റമിൻ എയും ആന്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. ബ്രെയിൻ സെൽസിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്ത ഒരു കാറ്റഗറിയാണ് എഗ്സ് അല്ലെങ്കിൽ മുട്ട. മികച്ച പ്രോട്ടീൻ സോഴ്സ് ആണ് മുട്ട. പ്രോട്ടീൻ ഇമ്മ്യൂൺ സെൽസിനെ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് കൊളീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണ്. കുഞ്ഞിന്റെ മെമ്മറിയെയും ബുദ്ധിയെയും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കൊളീൻ റിച്ച് ആയുള്ള ഭക്ഷണമാണ് മുട്ട. ഇതിലെ പ്രോട്ടീൻ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു. മുട്ടയിൽ അടങ്ങിയ വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റി റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് മീൻ. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന മീനുകളാണ് കുഞ്ഞിന് നൽകേണ്ടത്. DHA എന്ന ഘടകം ബ്രെയിൻ സ്ട്രക്ചറിനെ നിർമ്മിക്കാൻ സഹായിക്കുന്നു. കുഞ്ഞിന് നൽകുന്ന സമയത്ത് എപ്പോഴും മെർക്കുറി കണ്ടന്റ് കുറവുള്ള നെത്തോലി, ചാള പോലുള്ളവ ചൂസ് ചെയ്യുക. അവക്കാഡോ കുഞ്ഞിന്റെ മസ്തിഷ്ക വികസനത്തിനുള്ള ഒരു സൂപ്പർ ബ്രെയിൻ ഫുഡാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ് കുഞ്ഞുങ്ങളുടെ തലച്ചോറിലെ പഠനവും ഓർമ്മയുമായി ബന്ധപ്പെട്ട ഭാഗത്തിനെ ശക്തിപ്പെടുത്തുന്നു. തുടക്കത്തിൽ നന്നായി പഴുത്ത അവക്കാഡോ മാഷ് ചെയ്ത് കൊടുക്കാം. ഇത് മികച്ച ഒരു ഫസ്റ്റ് ഫുഡായി തന്നെ കണക്കാക്കാം. തലച്ചോറിന്റെ വികസനത്തിന് വേണ്ട കൊഴുപ്പടങ്ങിയ ഒരു ബ്രെയിൻ ഫുഡാണ് പാല്. പശുവിൻ പാല് 1 വയസ്സിന് കഴിഞ്ഞാൽ മാത്രം കുഞ്ഞിന് നൽകുക. പാലും പാൽ ഉൽപ്പന്നങ്ങളിലും അയഡിൻ, വൈറ്റമിൻ B12 എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ബുദ്ധി വികസനത്തിനും ന്യൂറൽ ഡെവലപ്മെന്റിനും നല്ലതാണ്. പുളിപ്പിച്ച പാല്, യോഗർട്ട്, തൈര് പോലുള്ളവയിൽ അടങ്ങിയ പ്രോബയോട്ടിക്സ് കുഞ്ഞിന്റെ ഗട്ട് ബാക്ടീരിയയെ മെച്ചപ്പെടുത്തി ഇമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തുന്നു. അണുബാധയ്ക്കെതിരെ പോരാടുന്ന സിങ്കും വൈറ്റമിൻ എയും എന്നിവ വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്നു. ചെറിയ അളവിൽ 7 മാസം മുതൽ തന്നെ യോഗർട്ട്, ചീസ് കുഞ്ഞിന് നൽകാം. നെയ്യും വെണ്ണയും ഒക്കെ 6 മാസത്തിൽ തന്നെ തുടങ്ങാവുന്നതാണ്. അലർജി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ ഡയറ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ട 5 ഫുഡ് ഗ്രൂപ്പ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ വൈവിധ്യമാർന്ന ഫുഡ് ഐറ്റംസ് കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും സഹായിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റായും ചോദിക്കാം. പുതിയ വീഡിയോയ്ക്കായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്